പുത്തൻകുളത്തേക്ക് പോവുകയാണ് കേട്ടോ ഇനി. ഹായ് ഗൈസ്, ഞങ്ങളിതാ നാട്ടിൽ വന്നപ്പോൾ ഉച്ചരിഞ്ഞിട്ട് മഴയൊക്കെ ഒന്ന് തോർന്ന് കണ്ടപ്പോൾ പാടത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പാടത്ത് കണ്ടില്ലേ മഴയൊക്കെ ഇങ്ങനെ പെയ്തപ്പോൾ കണ്ടില്ലേ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണ്. വരുമ്പോഴൊന്നും വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുത്തൻകുളത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരമ്പ് മുന്നത്തെ പോലെയല്ല, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ. നമ്മൾ താഴത്തേക്ക് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും, അടുത്ത കണ്ടത്തേക്ക് ചാടും. അപ്പോൾ ഇതിൻ്റെ കൂടെ അമ്മ മാത്രമേ വന്നിട്ടുള്ളൂ. അനു അവിടെ ചേച്ചി അവിടെ സിമ്മാണ്. അപ്പോൾ നമ്മുടെ പാടമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയൊക്കെ, വെള്ളമൊക്കെ നിറഞ്ഞിരിക്കണ. നമ്മുടെ പാടം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഈ സമയത്ത് തന്നെയാണ് കേട്ടോ. വെള്ളമൊക്കെ നിറഞ്ഞേക്കാം. നമുക്ക് കണ്ടത്തിൽ കൂടെ ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ വരമ്പിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പിന്നെ അതാ അവിടെ അങ്ങനെ മയിലുകളൊക്കെ ഉണ്ട്. മുന്നത്തെ പോലെ നല്ല പീലിയുള്ള മയിലും കാണുന്നില്ല പ്രാവശ്യം. എന്താണാവോ, ആകെ 2-3 ഉള്ളൂ. മറ്റത് ഇത്രണ്ണോ ഉണ്ടാവില്ലെന്നൊരു പിടുത്തം ഉണ്ടാവില്ല കേട്ടോ. മഴയൊക്കെ ആയതും കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പുത്തൻകുളത്തേക്ക് പോവുകയാണ് കേട്ടോ ഇനി. ഹലോ ഗൈസ്, കല കഴുകാൻ പറ്റില്ലേ? കല കഴുകല്ലേ? അയ്യോ അവിടെ പൂന്തണ്ട കേട്ടോ, ചളി പൂന്തണ്ട. ഇതിലൊക്കെ ഞാറ് ഇട്ടിറക്കണം അല്ലേ? വിത്ത് വിതച്ചെന്നു ചിലതിലൊക്കെ തോന്നണം. ഇത് ഇത്തിരിയും കൂടി ഇങ്ങോട്ട് വളർന്നാലാണ് ഞാറ് പറി ഉണ്ടാവുക. ഞാറ് പറിക്കും, ഞാറ് നടും. മനസ്സിലായോ? കുളത്തിൻ്റെ അവിടേക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ല. മഴ പെയ്താലോ കുടുങ്ങില്ലേ? ആകെ ചളിയാവും അവിടെ. ഇത് നല്ല ഭംഗിയുണ്ട് അല്ലേ? ഞാറ് വിത്ത് വെച്ചിട്ട് ഞാറ് വന്നത് കാണാൻ നല്ല ഭംഗി, നല്ല കളറ് അല്ലേ? മുമ്പേയൊക്കെ ഇങ്ങനത്തെ വെള്ളത്തിൽ കുഞ്ഞിമീനൊക്കെ നിറയെ ഉണ്ടായിരുന്നു. നല്ല മഴ പെയ്യുമ്പോൾ കുളത്തുനിന്നൊക്കെ ഇല്ല, ഞാൻ കാലം നനയ്ക്കൂല. മയിലുണ്ടോ? ഒന്ന് പീലില്ലാത്ത മയിലേ ഉള്ളൂ ഇവിടെ. പിന്നെ പീലിയുള്ള മയിൽ കാണാലോ, ആ തലക്കിലുണ്ട്. പക്ഷെ ക്യാമറയിൽ കിട്ടണില്ല അല്ലേ? ആ തലക്കിലുണ്ട് പീലിയുള്ള മയിലുകൾ. പക്ഷെ അങ്ങോട്ട് പോയാലേ പെട്ടെന്ന് മഴയെങ്ങാനും പെയ്താ അടിപൊളിയാവും. ഇവിടെ നിന്നാൽ സൂര്യാസ്തമിക്കുന്നൊക്കെ കാണാമല്ലോ. അവിടെ അപകടത്തിൽ മരിച്ചു. തൊട്ടിട്ട് ആ പെൺമയിലിന് നല്ല ഇതുണ്ട്. അയ്യോ, എന്ത് തടി! റോട്ടിൽ കൂടെ ഒക്കെ മണ്ട് ആൾക്കാരെ ഇതൊക്കെ കൊത്തുവോ? അങ്ങനൊക്കെ. ഇതെവിടുന്ന് കിട്ടിയതാ ഈ കഥ? അവിടേക്കൊക്കെ കുളമുണ്ട്, മീൻ പിടിക്കുന്ന കുളങ്ങളുണ്ട്, കനാല് എല്ലാം ഉണ്ട് അല്ലേ? ഈ പാടം ഇപ്പോൾ വെറുതെ കിടക്കുക അല്ലേ? ഇതിപ്പോൾ ആരും ഒന്നും ചെയ്യലില്ല. എന്താണിത് ഇങ്ങനെ?
മുമ്പേ അമ്മ ഈ പാടത്തിൽ ഞാറ് പറിച്ചിട്ടുണ്ട്, ഞാറ് നട്ടിട്ടുണ്ട്. ഒരു രസത്തിന് എല്ലാവരുടെ കൂടെ ഒക്കെ ഇറങ്ങി. അമ്മയുടെ അമ്മായിൻ്റെ കണ്ടായിരുന്നു ഇത്. ഇപ്പം നടക്കണില്ലേ ഇത്. അമ്മ അടിപൊളി വേണിച്ചോ. ഞാൻ പറഞ്ഞില്ലേ അവിടെയൊക്കെ പോകുന്നതെന്ന്. ചെളി നല്ല ഉണ്ടാവും ചിലയിടത്തൊക്കെ. ഇങ്ങോട്ട് തന്നെ കയറിക്കോ. മെല്ലെ 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 പോരെ, മെല്ലെ പോരെ. മഴ പെയ്യുന്ന സമയത്തൊക്കെ തീരെ ഇറങ്ങാൻ പറ്റില്ല. ചെളിയിൽ കാലം അങ്ങോട്ട് ഇറങ്ങിപ്പോവും. ഇവിടെ ചെളി കൂടെ പിന്നെ കാലിട്ടാൻ പണിയാ. ഇവിടെ ഈ ചെടിയാണ് സീതാർമുടി, അങ്ങനെ എന്താ പറയട്ടോ. ഇതെങ്ങനെയാണെന്നറിയോ? ഇത് നമ്മൾ ഇടത്തെ കൈയും കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ അങ്ങനെ ഒരു കെട്ടിടണം. നമുക്ക് തോനെ മുടി ഉണ്ടാവും എന്നാണ് വിശ്വാസം. കണ്ടോ, ഒറ്റ കൈയും കൊണ്ട് ഇങ്ങനെ കെട്ടിടണം. അമ്മയൊക്കെ ഇത് കൂടെ പാടത്ത് കൂടെയാണ് അമ്മ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ ഞങ്ങളൊക്കെ എത്രയേച്ചിട്ടാണെന്നറിയോ. ശരിക്കും വരമ്പ് നടക്കണ ഭാഗം കണ്ടോ അറ്റത്ത് കൂടെയാണ്. അതൊക്കെ തൂർന്നു പോയി. ഇപ്പോൾ ആരും പാടം ഉപയോഗിക്കാതെ ചെയ്യതാണ്. നടക്കാനൊക്കെ ഇപ്പം എല്ലാവരും റോട്ടിൽ കൂടെയാണ് പോക്ക്. അപ്പോൾ വരമ്പൊക്കെ മാറി, സത്യം പറഞ്ഞാൽ ഞരമ്പൊക്കെ മാറി. ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് ആടിന് മേയ്ക്കാൻ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ റെഡിയാക്കി എടുക്കുക. അടിപൊളിയാക്കിയുണ്ടോ. ഇനി അങ്ങോട്ടാണ് കേട്ടോ കുളം. നമ്മൾ ഒന്ന് പോയി നോക്കട്ടെ. മഴ ഇനിയിപ്പൊന്നും പെയ്യില്ല. വരുമ്പോൾ കൂടെയൊക്കെ നടക്കാൻ ഇത്തിരി കഷ്ടം ഉണ്ട്. എന്നാലും അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. ഈ മഴ പെയ്തിട്ട് ഒന്ന് തോർന്ന് നിൽക്കണ സമയമുണ്ടല്ലോ, അപ്പോഴാണ് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി കേട്ടോ നമ്മുടെ പാടം. ഇതുണ്ടോ അവിടെ അങ്ങനെ ഒരു കുളമുണ്ട്. ആ കുളത്തു നിന്നാണ് മുന്നേ മീനൊക്കെ പിടിച്ചിരുന്ന്. ഈ കുളം വറ്റിച്ചിട്ട് എല്ലാവരും മീനൊക്കെ പിടിച്ച് എത്ര മീനാ കിട്ടാന്നറിയോ. ഇപ്പം ഒന്നും ആരും മീൻ പിടിക്കാൻ ഇറങ്ങലില്ല തോന്നുന്നു. അതാണ് വെള്ളമൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കുളത്തിലൊന്ന് പോയി നോക്കാം കേട്ടോ. പുത്തൻകുളത്തിൽ, നമ്മുടെ പുത്തൻകുളത്തിലൊന്ന് പോയി നോക്കാം നമുക്ക്. വെള്ളം വരുന്നുണ്ട് കണ്ടോ, നല്ല അരുവി പോലെ പോണല്ലേ. അത് ഇങ്ങോട്ട് നിറഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് നിറയും. അതെ, സൂപ്പറാട്ടോ, നല്ല ഇതുണ്ട്. വരമ്പിലൊന്നും നമുക്ക് വെള്ളമില്ല കേട്ടോ. നടക്കാനൊരു ബുദ്ധിമുട്ടുമില്ല. മുമ്പത്തെ അത്ര അങ്ങോട്ട് ക്ലിയർ അല്ലാന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പുത്തൻകുളം എന്താ അങ്ങനെ അടുത്ത് വരികയാണ് കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ട്. പുത്തൻകുളത്തിലൊക്കെ ഞങ്ങൾ കുറേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ വെള്ളത്തിൽ വന്ന് ഇരുന്നിടന്ന കിടന്ന സമയമൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നടുവിലൊന്നും വെള്ളം ഉണ്ടാവില്ല അധികം. അപ്പോൾ നടുവിലൊക്കെ പോയി ഇങ്ങനെ ഒരു പാറയുണ്ട്. അപ്പോൾ ആ പാറയിലൊക്കെ ഇങ്ങനെ പോയിരിക്കും. ചൂടുമല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു എന്താ വെച്ചാൽ ചെറുപ്പകാലത്ത് കേട്ടോ. വലുതായിട്ടൊന്നും അങ്ങനെ ആവശ്യത്തിന് കുളിക്കാൻ വരിക പോവുക എന്നല്ലാണ്ട് വേറെ ഇതൊന്നുമില്ല. നമ്മുടെ പുത്തൻകുളം ആകെ ചണ്ടിയാൽ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ട് പോവാനൊരു പേടി. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല കേട്ടോ. മുമ്പത്തെ പുത്തൻകുളമല്ല ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ. അവിടെ കേട്ടോ അമ്മു, അങ്ങോട്ട് പോണില്ല. ഇത് കണ്ടോ, ആകെ പായൽ പിടിച്ച് നാശമായി കിടക്കുകയാണ്. കാരണം ആരും കുളിക്കാൻ വരുന്നില്ല. അപ്പോൾ ഒക്കെ വീട്ടിൽ നിന്നാണ്. അതാണ് ഈ കുളങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത്. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള കാലമാവണം ആയിരുന്നു. ആ സമയത്തൊക്കെ ഒരു ചണ്ടി പോലും ഈ കുളത്തിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളതിന്ന് കയറിയായിരുന്നില്ലല്ലോ. ഞങ്ങളിവിടെ ഒരു പെൺപട ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ വന്ന് ഇതിൽ വെള്ളത്തിൽ വെറുതെ കളിക്കാം. പിന്നെ നീന്തലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുളത്തു നിന്നൊക്കെ തന്നെയാണ് നീന്തൽ പഠിച്ചിട്ട്. പിന്നെ അങ്ങടിപ്പോൾ ആ കാണുന്ന ഭാഗം കനാലാണ്. അവിടെ അങ്ങനെ ഇപ്പം അങ്ങോട്ടൊന്നും പോകണില്ല. പെട്ടെന്നെങ്ങാനും മഴ ചാറിയാൽ ഫോണൊക്കെ നനയൂലേ. നമ്മൾ നനഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങോട്ട് പോകണില്ല. പിന്നെ ആ മല കാണുന്നത് നൊട്ടമലയാണേ. നൊട്ടമല കൊളക്കാടൻ മല. ഇതൊക്കെ കൊളക്കാടൻ മലയാണ് കേട്ടോ. ഞാൻ ആ മലയിലൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും വറകിന് മുമ്പൊപ്പം പോയി മേലെന്ന് ഒരു 4 കൊള്ളി ഞാനെടുക്കും. അത് ഇറങ്ങി വരുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. കാരണം എൻ്റെ നിന്ന് ഓരോ കൊള്ളിയെടുത്ത് ചേച്ചിമാരുടെ ഇതിലേക്കോ കെട്ടിലേക്കോ അല്ലെങ്കിൽ അമ്മായിൻ്റെ കെട്ടിലേക്കൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇറങ്ങുമ്പോഴേക്കും വെറും കൈയോടെയാണ് ഇറങ്ങുക കേട്ടോ. കാരണം വഹിക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ വരാനായിട്ട്.
അപ്പോൾ കനാലിലൊക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ നീന്തൽ പഠിച്ചിരുന്നത് നമ്മുടെ പുത്തൻകുളത്തിൽ. പിന്നെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് ഒരു ഭാഗത്ത് ഉറവൻകുളമുണ്ട്, പള്ളിക്കുളമുണ്ട്. ഈ കുളങ്ങളൊക്കെ ഇനി അറിയാൻ എനിക്ക് തിരിച്ചറിയാം, കാരണം ഞാൻ അതിലൊക്കെ മുങ്ങിപ്പൊങ്ങിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളം ഇഷ്ടമാണ്, കടലും വെള്ളം എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര പേടിയുള്ള സംഗതിയാണ് കേട്ടോ, ഭയങ്കര പേടി. അതാണ് ഞാൻ ഒന്നാമത് നമ്മുടെ പുത്തൻകുളത്തിൻ്റെ അടുത്തേക്ക് പോകാത്തത്, ഇത്തിരി പേടി കൂടുതലാകൊണ്ടാണ്. എന്താ വെച്ചാൽ അപകടമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ സ്വപ്നം കാണുക, ഈ പരിപാടിയൊക്കെ ഉണ്ട്, കുളത്തിൽ വീണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വെറുതെ പണി വാങ്ങണ്ടല്ലോ വെച്ചിട്ടാണ് ആ ഭാഗത്തേക്ക് നീങ്ങാത്തത്. മുന്നേ ഞങ്ങൾ വേനൽക്കാലത്താണല്ലോ സാധാരണ വിരുന്ന് വരവ്. അപ്പോൾ ഞങ്ങൾ ഈ വരമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കൽ കേട്ടോ, ഇവിടെ അങ്ങനെയൊക്കെയാണ് ഇരിക്കൽ. സീറ്റ് ഉണ്ടാക്കി എന്തെങ്കിലും തിന്നാനൊക്കെ ഇട്ട് കൊണ്ടുവരും, കടല മിച്ചറൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിരുന്നു, കുപ്പിയിൽ വെള്ളമൊക്കെ ആയി സൊറ പറഞ്ഞ് അങ്ങനെ നടന്ന് പോയി, മയിലുകളെയൊക്കെ കണ്ട് പിന്നെയും വന്ന്. അതൊക്കെ ഒരു സമയമായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴേക്കും മഴ പിടിച്ചു. അപ്പോൾ കാലാവസ്ഥേൻ്റെ തെറ്റല്ല, ഞങ്ങളുടെയും തെറ്റല്ല. ഞാൻ വിചാരിച്ചത് റിസൾട്ട് അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ, അപ്ലിക്കേഷനൊക്കെ പ്ലസ് ടുവിനുള്ള അപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടേ വരുള്ളൂ എന്നൊരു തീരുമാനം എടുത്തായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ മഴ പിടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അല്ലേ? ഈ കാഴ്ചയൊക്കെ ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ടോ, എത്രയോ വർഷങ്ങളായി. കാരണം ഇങ്ങനെ മഴക്കാലത്ത് ഞാൻ ഇവിടെ നിന്നിട്ട് കുറേ ആയിരുന്നു. അപ്പോൾ എനിക്കെന്തായാലും ഈ കാഴ്ച ഭയങ്കര ഇഷ്ടമായിട്ടോ. മഴ എപ്പോഴും പെയ്യുന്നില്ല, തോരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങാമല്ലോ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാമല്ലോ. മുന്നേ കണ്ടല്ലോ ഈ കുളത്തു നിന്നൊക്കെ വെള്ളം കയറി അവിടെയൊക്കെ നിറയെ മീനായിരിക്കും കേട്ടോ, കുഞ്ഞ മീനുകളായിരിക്കും ഇതിൽ കൂടെ ഒക്കെ. എന്നിട്ട് ഞങ്ങളൊക്കെ പിടിച്ചിട്ട് പോയി കുപ്പിയിൽ ബക്കറ്റൊക്കെ കൊടുന്ന് പിടിച്ചു കൊണ്ടുപോയ ആൾക്കാരൊക്കെയാണ് ഞങ്ങൾ. തോർത്തുമുണ്ടിലൊക്കെ പിടിച്ച്, ഞാനും എൻ്റെ അനിയനാണ് മീൻ പിടിക്കുന്നതിൽ നല്ല ബിരുദെത്തിയിട്ടാണ്. പുത്തൻകുളത്തേക്ക് ഈ കുളത്തേക്ക് വന്നാർന്നതേ എന്തിനാണ്, രാവിലെ വൈകുന്നേരം വരെ. അവിടുന്ന് മമ്മിയെ വിളിക്കുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് കയറുള്ളൂ. അങ്ങനെയാണ് മീൻ പിടിക്കാനാട്ടോ. ബക്കറ്റ് കൊണ്ടുവരും, 2 ബക്കറ്റ് കൊണ്ടുവരും, തോർത്തുമുണ്ട് കൊണ്ടുവരും, ഷാള് ഒക്കെ ഇട്ടാൽ വരിക. എന്നിട്ട് പോകുമ്പോൾ ഒരു പിടി മീനും ഇട്ടാൽ പോവാം കേട്ടോ. കുറേയൊക്കെ ഞങ്ങൾ പിടിച്ച് തിന്നും, ഞാനും എൻ്റെ അനിയനും. അതൊക്കെ ഞങ്ങളുടെ രസങ്ങളായിരുന്നു. ഇനിയൊന്നും ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു കാലം കൂടിയാണത്. അപ്പോൾ എൻ്റെ നാട്ടിലെ പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒന്നും ഞാൻ ഇപ്പോഴൊന്നും ഇടില്ല കേട്ടോ. എനിക്കൊരു പതിവുണ്ട്, നാട്ടിൽ വന്ന് ഞാൻ അപ്പം തന്നെ ഒന്നും വീഡിയോ ഇടലില്ല. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ച് പുറത്തിങ്ങനെ ഭും പറഞ്ഞ് തുറന്നു വിടലാണ് കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഈ വീഡിയോ ഒക്കെ എത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, പിന്നെ ഈ വേനൽക്കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ മലകളൊക്കെ കത്തലുണ്ട് കേട്ടോ. അവിടെയൊക്കെ കണ്ടോ, അങ്ങോട്ടൊക്കെ പുക വരുന്നുണ്ട്, കാട്ടുതീയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മുന്നേ പേടിയായിരുന്നു, കാട്ടുതീ പറഞ്ഞാൽ എന്താണെന്നും കൂടി അറിയില്ല, തന്നെ കത്തിപ്പിടിക്കണമെന്നും അറിയില്ല. ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞങ്ങൾ അയ്യോ കത്തുന്നേ ഇത് എന്താണ് ആവച്ചിട്ടേ. കാരണം ഈ തല മുതൽ ആ തല വരെയൊക്കെ ഇങ്ങനെ നിന്ന് കത്തും. അങ്ങനെയാണ് കാട്ടുതീയൊക്കെ ഉണ്ടായാൽ വേനൽക്കാലത്ത്. എല്ലാ വർഷവും വേനൽക്കാലത്ത് ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ സൈഡിലൊക്കെ ഇങ്ങനെ നിറയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് വായ തുറന്നടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കേട്ടോ. വിശേഷങ്ങൾ പറയാൻ നിന്നാൽ പിന്നെ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇനി നമ്മൾ കയറുകയല്ലേ അമ്മു? അപ്പം എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടുള്ളൂ കേട്ടോ. പിന്നെ എന്താണ് പറയുക, മഴയൊക്കെ തുള്ളി ചാറ്റൽ വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുക. കാരണം നമുക്ക് ഫോണിനെ സേവ് ചെയ്യണമല്ലോ, പേടിയാണ്. വെള്ളത്തിനെങ്ങാനും വീണ് പോയാൽ പണി തീർന്ന്. അപ്പോൾ ഞങ്ങൾ ഇനിയും വീഡിയോകളൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സേവ് ചെയ്ത് വയ്ക്കും, ഇവിടുന്ന് ഒന്നും ഇടില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കണം എന്നാണ് തീരുമാനിക്കുന്നത്. എന്നിട്ട് അവിടെ പോയി ഇവരെ സ്കൂൾ തിരക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാം കേട്ടോ. വെക്കേഷൻ ശരിക്കും പറഞ്ഞാൽ വെക്കേഷനിൽ നിറയെ ദിവസം വീഡിയോ ഇട്ട് പോകണം എന്ന് വിചാരിച്ചപ്പോഴേക്കാണ് എൻ്റെ തലയിലൊരു മണ്ടത്തരം കയറി ഭയങ്കരമായിട്ട് ബുദ്ധിമോശം ചെയ്ത് ചാനലൊക്കെ പോയത്. അപ്പോൾ പിന്നെ അധികം വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്നും വോയിസൊന്നും കൊടുത്തിട്ടില്ല. ഒക്കെ റെഡിയാക്കി വെക്കണം. എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ലെവൽ വേറൊരു ഇതിലേക്ക് അങ്ങോട്ട് ആയപ്പോഴേ എന്താ പറയുക, റിവ്യൂ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തായിരുന്നു എല്ലാം മറന്നു പോയി സംഗതി. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ഇതായി വരുന്നേ ഉള്ളൂ കേട്ടോ, ലെവലായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ലെവലായിട്ടുണ്ട്, കണ്ടില്ല എൻ്റെ വായ ഞാൻ തുറന്നിട്ട് അടച്ചിട്ടേ ഇല്ലല്ലോ. അപ്പോൾ ശരി കേട്ടോ, നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഇതിൽ മീനുണ്ട് കേട്ടോ, കുഞ്ഞു